കോടികളുടെ സർക്കാർ ഭൂമി മറച്ചുവിറ്റതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി. വ്യവസായ ആവശ്യത്തിനായി സർക്കാർ നൽകിയ ഭൂമി മറച്ചുവിറ്റെന്നാണ് പരാതി. സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലുമായി പരാതി നൽകിയത് അഭിഭാഷകനായ കെ.എൻ. ജഗദീഷ് കുമാറാണ്. കർണാടക സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് രാജീവിൻ്റെ കമ്പനി മറച്ചുവിറ്റതായി ആരോപിക്കപ്പെടുന്നത്. BPL ഫാക്ടറി നിർമ്മിക്കാനായിരുന്നു സർക്കാർ ഭൂമി അനുവദിച്ച് നൽകിയത്. എന്നാൽ ഒന്നും തുടങ്ങാതെ ഭൂമി മറച്ചു വിൽക്കുകയായിരുന്നു. 313.9 കോടി രൂപയുടെ ഭൂമിയാണ് ആകെ വിറ്റത്. ഇതിൽ 175 ഏക്കർ കൃഷിഭൂമിയാണ്. ഇടപാടിൽ SIT അന്വേഷണം നടത്തി ഭൂമി തിരിച്ചുപിടിക്കണമെന്നാണ് ജഗദീഷ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. തനിക്ക് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും അഭിഭാഷകൻ പറയുന്നു. ഭൂമി കുംഭകോണത്തിൽ രാജീവ് ചന്ദ്രശേഖറും ഭാര്യ അഞ്ജലിയും ഭാര്യാപിതാവ് അജിത് ഗോപാൽ നമ്പ്യാരും ആരോപണ വിധേയരാണെന്നാണ് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ.എൻ. ജഗദീഷ് കുമാർ പറയുന്നത്. ബിസിനസ്സും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന KIADB കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡിൽ നിന്നുമെടുത്ത ഭൂമി വിറ്റ് 500 കോടിയോളം രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുടുംബം കൈക്കലാക്കിയെന്നാണ് പരാതി. 1994 രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുടുംബത്തിന് KIADB വഴി ലഭിച്ച ഭൂമി മുറിച്ച് മാരുതി സുസുക്കി അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് വിറ്റെന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. BPL ഫാക്ടറിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാര്യയും പിതാവും ഭൂമി വാങ്ങിയത്. ഭാര്യയും ഭാര്യാപിതാവും ഇതിൻ്റെ ഡയറക്ടർമാരാണ്. KIADB കരാർ പ്രകാരം 3 മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞു. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷവും അതിലൊരു ഇഷ്ടിക പോലും അവർ വെച്ചിട്ടില്ല. പദ്ധതി പ്രകാരം അവർ 6 കോടി നിക്ഷേപം നടത്തി. 2009 ഇത് മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മറച്ചുവിറ്റു എന്നാണ് ജഗദീഷ് കുമാർ പറയുന്നത്. അവർ കർഷകരെയും KIADBയെയും പറ്റിച്ചെന്നും 2009 BJP മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു ഈ ഭൂമി വിൽക്കാൻ ഇവർക്ക് അനുമതി നൽകിയെന്നും തട്ടിപ്പിൽ വലിയ ഗൂഢാലോചന നടന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.